صلى الله على محمد صلى الله عليه وسلم صلى الله بسم الله الرحمن الرحيم محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മൻ സമിഅ നിദാഅ ബിസ്സലാ, പള്ളിയിൽ ബാങ്ക് വിളിക്കുമ്പോൾ ആ ബാങ്കിന്റെ വെളിയാളങ്ങൾ ആരൊക്കെയാണ് കേൾക്കുന്നത്? നമ്മുടെ സ്പീക്കറിലുള്ള ബാങ്കല്ല കേട്ടോ, അതാണെങ്കിൽ നമ്മൾക്ക് ചെറുത്തൂർ വരെ എത്തിക്കാൻ പറ്റും. പള്ളിയുടെ ശബ്ദമില്ലാത്തൊരു സമയത്ത് രാത്രി ഒരു 2 മണിക്ക് മരങ്ങളും പറവകളും ചരാചരങ്ങളുമെല്ലാം ഉറങ്ങിക്കിടക്കുമ്പോൾ ശബ്ദമില്ലാതെ നിശയുടെ നിശബ്ദതയിൽ കൂരിരുട്ടിൽ പള്ളിയുടെ ഉച്ചത്ത് നിന്നൊരാൾ, ഏറ്റവും ശബ്ദമുള്ള ഒരാൾ ഉച്ചത്തിൽ ബാങ്ക് വിളിക്കുമ്പോൾ ആരൊക്കെയാണോ ആ ബാങ്ക് കേൾക്കുന്നത്, ആ ബാങ്കിന്റെ വെളിയാളങ്ങൾക്ക് ഉത്തരം നൽകാതെ പള്ളിയിലേക്ക് പോകാതെ നിസ്കരിക്കാതിരുന്നാൽ ഫലാ സ്വലാ, അവന്റെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കൂല. വഖദ അസല്ലാഹ വറസൂല, അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അവൻ ധിക്കരിച്ചു എന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. റബ്ബിലിരിക്കാണ്, ബാങ്ക് വിളിച്ചു, നടക്കട്ടെ, അത് അതിന്റെ പണിയല്ലേ, ഇമാമത്ത് ഖത്തീബ് ഉസ്താദിന്റെ പണിയല്ലേ, നമ്മളിവിടെ കേരൻസ് ചൊട്ട എന്ന് പറഞ്ഞിരിക്കാണോ? അള്ളാഹുവിനോട് ധിക്കാരം ചെയ്തിട്ടുണ്ട്, അള്ളാഹുവിന്റെ റസൂലിനോടും ധിക്കാരം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു നെഞ്ചുറപ്പ് നമ്മൾക്ക് വേണ്ട. നന്മയുടെ കൂടെ നിൽക്കുവീൻ, അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഇനി നമ്മൾ ശ്രദ്ധിക്കാം, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നമ്മുടെ ഖബറിലേക്ക് വരുന്ന ചില നന്മകളെ നമ്മൾക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിൽ ഏറ്റവും അപകടം പിടിച്ചതുണ്ട്, ഏറ്റവും ഉപകാരമുള്ളതുണ്ട്. നേരത്തെ പറഞ്ഞു, ഖബറാളികൾ നാട്ടുകാരുടെ നന്മയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അതേപോലെ മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്ന ഒരു സംഭവമുണ്ട്. യമനിൽ നടന്നൊരു സംഭവമാണിത്. ഒരു ഖബറാളിയെ ഖബറിൽ മറമാടി ആളുകളെല്ലാം പിരിഞ്ഞു പോകുമ്പോൾ ഖബറിന്റെ അകത്തളങ്ങളിൽ നിന്ന് എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. അടിക്കുന്നത്, ഇടിക്കുന്നത്, തൊഴിക്കുന്നത്, എന്തൊക്കെയോ ശബ്ദം ഖബറിന്റെ അകത്തളങ്ങളിൽ നിന്ന് കേൾക്കുന്നുണ്ട്. ആളുകളെല്ലാം ഖബറിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുമ്പോൾ എന്തോ ഒരു ജീവി, ഒരു കറുത്ത നായെ പോലെയുള്ള ഒരു ജീവി ഖബറിന്റെ അകത്തളങ്ങളിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് കാണുകയാണ്. അപ്പോഴാണ് അതിൽ നിന്ന് ഒരു സ്വാലിഹായ ഒരു സൽക്കർമ്മം ചെയ്യുന്ന ഒരാൾ ചോദിച്ചു, അല്ല മൻ അൻതി, നീ ആരാണ്? വഅയ്യു ശൈഇൻ അൻതി, നീ എന്താണ്? അപ്പോഴാണ് ആ കറുത്ത നായ പറയുന്നത്, അന അമലുഹു സയ്യിഅ, ആ ഖബറാളിയുടെ ചീത്ത പ്രവർത്തനമാണ് ഞാൻ. ഖബറാളിയുടെ ചീത്ത പ്രവർത്തനമാണ് ഞാൻ, മോശപ്പെട്ട പ്രവർത്തനമാണ് നാട്ടിൽ ചെയ്തത്, തോന്നിവാസങ്ങൾ ചെയ്തത്, വ്യഭിചാരങ്ങൾ, കള്ളുകുടി, കഞ്ചാവ്, ഗീബത്ത് പറഞ്ഞത്, നമീമത്ത് പറഞ്ഞത്, കട്ടത്, കക്കാൻ പ്രേരിപ്പിച്ചത്, അവന്റെ എല്ലാവിധ ചീത്ത പ്രവർത്തനങ്ങളുമാണ് ഞാൻ. എന്താ ഓടിപ്പോകുന്നത്? അവിടെ നിന്ന് അടിയുടെ ശബ്ദം കേട്ടുവല്ലോ, അടിക്കുന്ന ശബ്ദം കേട്ടുവല്ലോ, നിന്നെയാണോ അടിച്ചത് എന്ന് സ്വാലിഹായ മനുഷ്യൻ ചോദിക്കുമ്പോൾ ആ ഖബറിൽ നിന്ന് ഓടി വന്ന നായ പറയുന്നുണ്ട് സ്വാലിഹിനോട്, അല്ല, ഞാൻ അവന്റെ മോശപ്പെട്ട പ്രവർത്തനമാണ്. പക്ഷേ ഞാൻ അവിടെ ഇരിക്കുമ്പോഴാ ഈ മരിച്ചുപോയ ആ സഹോദരൻ എല്ലാ ദിവസവും സൂറത്തു യാസീൻ ഓതുന്ന ആളായിരുന്നു. സ്വാഹിബു യാസീൻ എന്നാണ് അയാളെ പറയാ. എല്ലാ ദിവസവും രാത്രി യാസീൻ ഓതുന്ന ആളായിരുന്നു. അതുകൊണ്ട് ഈ യാസീൻ സൂറത്ത് കടന്നു വന്ന് ഇവന്റെ മോശപ്പെട്ട പ്രവർത്തനങ്ങളായ എന്നെ ഖബറിൽ നിന്ന് ആട്ടി ഓടിച്ചതാണ്. യാ അല്ലാഹ്, യാസീൻ ഓതുന്ന ആളുകളൊക്കെ ഉണ്ട് എല്ലാ ദിവസവും. ഒന്ന് കൈപൊന്തിച്ചു നോക്കട്ടെ ചെറുപ്പക്കാരൊക്കെ, അത് കാണാൻ വേണ്ടിട്ട്. മാഷാ അല്ലാഹ്, 1 2 പടച്ചോനെ താഴ്ത്തിക്കോട്, 100 ആളുണ്ട് ഇവിടെ. 5 ആളാ കൈബന്ധിച്ചത്. ഒരു യാസീൻ ഓതുവീൻ സഹോദരങ്ങളെ. 5 മിനിറ്റ് മാക്സിമം, പോയാൽ ഒരു 10 മിനിറ്റ്. എന്തിനാണ് ഈ മൊബൈൽ ഫോണൊക്കെ തന്നതെന്നറിയോ? ഈ മൊബൈൽ ഫോൺ എന്തിനു തന്നതെന്നറിയോ?
ഇത് വെറും പഞ്ചാരടിക്കാൻ മാത്രമല്ല. ഖുർആനിന്റെ ആപ്പുകൾ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ ക്ലബിൽ ഇരുന്ന് ചോദിക്കോ, കുഴപ്പമില്ല. നിങ്ങൾ വണ്ടിയിലിരുന്ന് ചോദിക്കോളൂ. മാരിവിസ്കാരം കഴിഞ്ഞ് നിങ്ങളൊക്കെ സംസാരിക്കുക പുറത്തിരുന്നിട്ട്. ആ ബൈക്കിൽ ഇരുന്നിട്ടൊന്നും പരിശുദ്ധമായ സൂറത്ത് യാസീൻ ഓതുവീൻ. ഒരു 10 മിനിറ്റ് മതി. അല്ലാഹു ഇതൊക്കെ നാളെ ഖബറിലേക്ക് വരാൻ പോവാൻ. ആ ഒരു ഖബറാളിയെ സൂറത്ത് യാസീൻ എല്ലാ ദിവസവും ഓതുന്നത് കൊണ്ട് യാസീൻ സൂറത്ത് ഈ ഖബറാളിയെ അല്ലാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തുകയാണ്. അല്ലാഹു നമ്മൾക്കും അതിന് തൗഫീഖ് ചെയ്യട്ടെ ഇൻഷാ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, ഉമ്മമാരൊക്കെ ഈ കാര്യം മക്കളോട് ചെറുപ്പത്തിൽ തന്നെ ശീലിപ്പിക്കുക. അല്ലാതെ നല്ല തണ്ടും തടിയായി ജിംനാസ്റ്റിക് ബോഡിയൊക്കെ ആകുമ്പോ ഈ പോയി പണി നോക്കുമെന്ന് പറയും മക്കള്. ചെറുപ്പത്തിൽ ഇത് ശീലിച്ചു വരിക. അങ്ങനെ വരുമ്പോഴാ പിന്നെ ഇത് മറക്കാൻ പറ്റൂല. ഒരു 5 വയസ്സായ ഒരു 7 വയസ്സ്, ഒരു 8 വയസ്സുള്ള കുട്ടി മദ്രസ 5ാം ക്ലാസ് പഠിക്കുമ്പോഴാ സൂറത്ത് യാസീൻ ബൈഹാട്ട് ചെയ്യിപ്പിക്കുന്നത്. ആ ഒരു കുട്ടിയുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും ഇത് ഓതാൻ ഒരു ഉമ്മ ശീലിപ്പിക്കുമ്പോ ആ കുട്ടിക്ക് പിന്നെ അത് ഒഴിവാക്കാൻ പറ്റൂല. പിന്നെ ഉമ്മ നമ്മൾ മരിച്ചു പോകുമ്പോ നമ്മുടെ ഖബറിലേക്ക് വന്ന് ഓതുന്നതും ഈ മക്കളാണ്. എനിക്ക് മൈക്കിന്റെ കാര്യത്തിൽ റാഹത്തില്ല കേട്ടോ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രശ്നം റാഹത്തായിട്ടില്ല. ഏതായാലും കുഴപ്പമില്ല. ഈ ഉമ്മയ്ക്കും ഉപ്പയ്ക്കും വേണ്ടി മക്കൾ ഇൻഷാ അല്ലാഹ് മരിച്ചു കഴിഞ്ഞാൽ യാസീൻ ഓതും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, ഇന്ന മിമ്മാ യൽഹഖുൽ മുഅ്മിന മിൻ അമലിഹി. ഒരു മുഅ്മിൻ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ ഖബറിലേക്ക് പോകുന്ന അമലുകൾ ഒരുപാടുണ്ട്. നമ്മുടെ മരണത്തോടു കൂടെ നമ്മുടെ നന്മകൾ അസ്തമിച്ചാലും നമ്മുടെ സൽപ്രവർത്തനങ്ങൾ അസ്തമിച്ചാലും ഇവിടെ എന്താണ് നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ളത് അത് നാളെ നമ്മുടെ ഖബറിലേക്ക് കടന്നു വരുമെന്ന് റസൂലുള്ളാഹ്. എന്തൊക്കെയാണത്? ഇൽമൻ അല്ലമഹു വനശറ. കുറച്ച് കാര്യമുണ്ട് ഇൻഷാ അല്ലാഹ്, അത് വിശദീകരിച്ച് ഞാൻ നിർത്തുന്നു. ഒന്ന്, ഇൽമൻ അല്ലമഹു വനശറ. നമ്മൾ ദുനിയാവിൽ പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്ത നാഫിയായ ഇൽമു നമ്മുടെ ഖബറിലേക്ക് കടന്നു വരുമെന്ന് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളിവിടെ ഇതൊരു ഇൽമിന്റെ സദസ്സാണ്. പെണ്ണുങ്ങളുണ്ട്, ആണുങ്ങളുണ്ട്. ഇത് കേൾക്കുന്ന ആളുകളായ ഇന്ന് നമ്മളൊരു കാര്യം പഠിച്ചു. പരിശുദ്ധമായ സൂറത്ത് യാസീൻ നാളെ നമ്മളെ രക്ഷപ്പെടുത്താൻ വരുമെന്ന് ഉറപ്പാണ്. ആ ഒരു അമല്, ആ ഒരു ഇൽമ് നമ്മൾ നമ്മുടെ ചങ്ങാതിമാർക്ക് ഷെയർ ചെയ്യുകയാണ്. ഇത് കേൾക്കാത്ത ആളുകൾ അല്ലെങ്കിൽ കേട്ടവരോടൊന്ന് ഉണർത്തുകയാണ്. അങ്ങനെ അവരത് ചെയ്യാൻ തുടങ്ങി. നമ്മൾ നാളെ മരിച്ചുപോയി, ഉമ്മാ ഉപ്പാ നീയും നാളെ മരിച്ചുപോയി, നിങ്ങളും നാളെ മരിച്ചുപോയി. നിങ്ങളാണിത് മക്കളോട് പറഞ്ഞു കൊടുത്തത്. ആ മക്കൾ ഇവിടെ ജീവിച്ചിരിക്കുന്ന കാലത്തോളം, നിങ്ങളുടെ ചങ്ങാതിമാർ ഇവിടെ ജീവിച്ചിരിക്കുന്ന കാലത്തോളം നിങ്ങളുടെ ഖബറിലേക്ക് പരിശുദ്ധമായ സൂറത്തു യാസീന്റെ നന്മകൾ കടന്നു വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളാണ് പഠിപ്പിച്ചു തരുന്നത്. വേണ്ടേ? നമ്മൾ എന്തിനാണ് വലിയ നമ്മൾക്ക് ജീവിക്കാനുള്ള സാമ്പത്തിക ശേഷിയുണ്ട്. ഒരു 50,000 സാലറിയുള്ള ഒരാളാണ്. പിന്നെ എന്തിനാണ് അയാൾ ഷോപ്പിംഗ് മാളുകളും കഫ്റ്റീരിയകളും തുടങ്ങുന്നത്? എന്തിനാ? ഇനി ഇൻ കേസ് എനിക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചു, എന്തെങ്കിലും ഒരു രോഗം സംഭവിച്ചു, അല്ലെങ്കിൽ ഞാൻ നാളെ മരിച്ചു പോവാൻ എങ്കിൽ എന്റെ മക്കൾക്ക് ജീവിക്കാൻ ഒരു സ്ഥായിയായ വരുമാനം നമ്മൾ ഉണ്ടാക്കുകയാണ്. അതല്ലേ? അല്ലേ? അതാണ് നമ്മൾ സമ്പത്തിനേക്കാളും കൂടുതൽ വരുമാനം ഉണ്ടാകുമ്പോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. എന്തിന്? നാളെ നമ്മുടെ മക്കൾക്ക് വേണ്ടി ഉണ്ടാക്കി വെക്കുകയാണ്. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, നമ്മൾക്ക് വേണ്ടി നമ്മൾ എന്തുണ്ടാക്കി? ജീവിച്ചിരിക്കുന്ന ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി നമ്മൾ ഹോട്ടലിന്റെ ശൃംഖലകൾ തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് സ്ഥലങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. കഫ്റ്റീരിയകളും മാളുകളും നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. വാഹനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. ഷെയറിൽ കൂടിയിട്ടുണ്ട്. എല്ലാ ജ്വല്ലറിയിലും ഷെയർ ഉണ്ട്. പക്ഷേ എന്താണ് നമ്മൾക്ക് വേണ്ടി എടുത്തു വെച്ചത്? ചിന്തിച്ചിട്ടുണ്ടോ? ആലോചിച്ചിട്ടുണ്ടോ? എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരി, നീ ചിന്തിച്ചിട്ടുണ്ടോ? നാളേക്ക് വേണ്ടി എന്താണ് നമ്മൾ ഒരുക്കി വെച്ചിട്ടുള്ളത്? ഇവിടെ ബിൽഡിങ്ങുകളും സ്ഥാപനങ്ങളും തുടങ്ങുന്നത് പോലെ നാളെ ഖബറിലേക്കുള്ള സൽപ്രവർത്തനമാണ് നമ്മൾ പഠിപ്പിക്കുന്ന ഇൽമ്, നമ്മൾ പ്രചരിപ്പിക്കുന്ന ഇൽമ്. അത് നാളെ മരിച്ചു കഴിഞ്ഞാലും നമ്മുടെ ഖബറിലേക്ക് കടന്നു വരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്നുണ്ട്, മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്ന. ഇസ്ലാമിൽ ഒരാൾ ഒരു പുതുതായ കാര്യം ചെയ്താൽ, ആളുകൾ പറയുന്നുണ്ട് ബിദ്അത്താണ്, അല്ലേ? വലിയ ചർച്ചകൾ നടക്കുന്ന വിഷയമാണ്. സ്വഹീഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഈ ഒരു ഹദീസ് മതി സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾക്ക്. എന്താണ് സന്ന എന്ന പദത്തിന്റെ അർത്ഥം? മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്ന സുന്നത്തൻ ഹസന. ഇസ്ലാമിൽ ഒരാൾ ഒരു പുതുതായ ഒരു പ്രവർത്തനം തുടങ്ങിയാൽ, ഇൻ കേസ് ഫോർ എക്സാമ്പിൾ നമ്മുടെ ഹൈദർ അലി ശിഹാബ് തങ്ങൾ മജ്ലിസ് നൂർ തുടങ്ങി, ഹദ്ദാദിന്റെ മജ്ലിസ് തുടങ്ങി, മൻഖൂസ് മൗലീദ് പാരായണം ചെയ്യാൻ തുടങ്ങി, അങ്ങനെ ഒട്ടനവധി നന്മകൾ നമ്മൾ തുടങ്ങാറുണ്ട്. മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നത്തൻ ഹസന. ഇസ്ലാമിൽ ഒരു സുന്നത്ത്, നല്ല കാര്യം ഒരാൾ ചെയ്യാൻ തുടങ്ങി എങ്കിൽ ഫലഹു അജ്റുഹാ, ആ തുടങ്ങിയതിന്റെ പ്രതിഫലം അല്ലാഹു അവന് നൽകുമെന്ന് റസൂലുള്ളാഹ്. ഹദ്ദാദ് തുടങ്ങിയ ആൾ, ആനായ സാഹിബുൽ ഹദ്ദാദ് തുടങ്ങിയതിന്റെ പ്രതിഫലം അല്ലാഹു നൽകുന്നുണ്ട്. ഇനി നമ്മളൊക്കെ ചെല്ലാണ്, യാ അല്ലാഹ്, ഇത്ര വർഷമായി അദ്ദേഹമൊക്കെ ലോകത്തോട് വിട പറഞ്ഞിട്ട് നമ്മൾ ചെല്ലുന്ന ഹദ്ദാദിന്റെ പ്രതിഫലമൊക്കെ അദ്ദേഹത്തിന്റെ ഖബറിലേക്ക് പോവാൻ ലോകത്ത് നമ്മുടെ പ്രത്യേകിച്ച് പ്രവിശ്യ നമ്മുടെ കേരളത്തിലെ ലക്ഷക്കണക്കിന് ആളുകൾ എല്ലാ ദിവസവും രാത്രി ഹദ്ദാദ് ചെല്ലുന്നുണ്ട്. അതിന്റെ അണമുറിയാത്ത നന്മകളുടെ പ്രതിഫലങ്ങളുടെ കുംഭാരങ്ങൾ തിരിച്ചുപോയ അദ്ദേഹത്തിന്റെ ഖബറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. യാ അല്ലാഹ്, ഇതിനാണ് നമ്മൾ ഇവിടെ എന്തെങ്കിലും ഒരുക്കി വെക്കണം എന്ന് പറയുന്നത്. മൻഖൂസ് മൗലീദ് പാരായണം ചെയ്യുന്നുണ്ട്. സൈനുദ്ദീനുൽ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിലേക്ക് എത്തുന്നുണ്ട് അതിന്റെ പ്രതിഫലങ്ങൾ. മജ്ലിസുൻ നൂർ നമ്മൾ പാരായണം ചെയ്യുന്നുണ്ട്. നാളെ ഹൈദർ അലി തങ്ങൾ ലോകത്തോട് വിട പറയുമ്പോ അദ്ദേഹത്തിന്റെ ഖബറിലേക്കും ഇതിന്റെ പ്രതിഫലം എത്തിക്കൊണ്ടിരിക്കും. ഇന്നും അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട്. ഫലഹു അജ്റുഹാ, അവൻ ആരൊക്കെയാണോ ഇത് ചെയ്യുന്നത് അതിന്റെ പ്രതിഫലം അവന് ലഭിക്കുമെന്ന് മാത്രമല്ല, വഅജ്റു മൻ അമില ബിഹാ, ആരൊക്കെയാണോ ഇത് പ്രവർത്തിക്കുന്നത്, ആരൊക്കെയാണോ ഇത് ചെയ്യുന്നത്, അവരുടെ സൽപ്രവർത്തനങ്ങളും അവരുടെ പ്രതിഫലങ്ങളും അല്ലാഹു ഇവന് നൽകും. മിൻ ഗൈരി അൻ യൻഖുസ മിൻ ഉജൂരിഹിം ശൈ. ഇനി ശ്രദ്ധിക്കുക, നാളെ നിങ്ങൾ ഒരു യാസീൻ ഓതാൻ തുടങ്ങി, ഞാൻ പറഞ്ഞിട്ടല്ല, ഇൻഷാ അല്ലാഹ് തുടങ്ങൂലേ? എനിക്ക് വേണ്ടി അങ്ങനെ മൂപ്പര് ഖബറിൽ രക്ഷപ്പെടേണ്ട, അങ്ങനെ വാശിയിലൊന്നും ആരും ഓതാതിരിക്കല്ല, നമ്മൾക്ക് വേണ്ടി ഓതുകയും. ചില ആളുകൾക്ക് ഇങ്ങനെ വാശിയാണ്, ഞാൻ ഓതിയിട്ട് അങ്ങനെ മൂപ്പര് രക്ഷപ്പെടേണ്ട. അങ്ങനെ നമ്മൾ ഓതുമ്പോ നിങ്ങൾക്ക് എന്താണോ അല്ലാഹു പ്രതിഫലം നൽകുന്നത് അതിൽ നിന്നൊരു അണ്ണു തൂക്കം പോലും അല്ലാഹു കുറക്കൂല. അതേ പ്രതിഫലം ഇത് പറഞ്ഞ ആളുകൾക്ക് അല്ലാഹു നൽകാൻ പോവാണ്. ഇൻഷാ അല്ലാഹ്, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇനി ഇതേപോലെ ഒമൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നതൻ സയ്യിഅ, ചീത്ത പ്രവർത്തനം ആരാണ് തുടക്കം കുറിക്കുന്നത്? ഒരു തിയേറ്റർ തുടങ്ങാൻ, ഒരു ഗാനമേളക്ക് ആരാണ് തുടക്കം കുറിക്കുന്നത്? ഒരു ഹറാമായ കളികൾക്ക് വേണ്ടി, വിനോദങ്ങൾക്ക് വേണ്ടി ആരാണ് സാമ്പത്തിക ചെലവ് നൽകുന്നത്? ഇതേപോലെ നാട്ടിൽ നടക്കുന്ന അനാവശ്യങ്ങൾക്ക് ആരാണ് കൂട്ടുനിൽക്കുന്നത്? ഉദാഹരണം എന്തൊക്കെ തിയേറ്റർ ഒരു ഉദാഹരണമാണ്. അല്ലെങ്കിൽ ഗാനമേള നടത്താൻ പ്രത്യേകമായ ഒരു സ്ഥലം കൊടുക്കുക, അല്ലെങ്കിൽ ഹറാമ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു സ്ഥലം നമ്മൾ ഇവിടെ നിന്ന് കൊടുക്കുക. അങ്ങനെ ഒരാൾ തിന്മ ചെയ്യാൻ തുടങ്ങിയാൽ കാന അലൈഹി വിസ്റുഹാ, ആ തിന്മ അവന്റെ ഏടിലുണ്ട്. വവിസ്റു മൻ അമില ബിഹാ, ആരൊക്കെയാണോ എത്ര കാലത്താണോ അവിടെ ഗാനമേള നടക്കുന്നത്, എത്ര കാലത്താണോ അവിടെ സിനിമാ തിയേറ്ററിൽ സിനിമ ഓടിക്കൊണ്ടിരിക്കുന്നത്, ആരാണ് ഇതിന് സ്ഥലം കൊടുത്തത്, ആരാണ് ഇതിന് ബിൽഡിംഗ് കെട്ടിച്ചു കൊടുത്തത്, ആരാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്, എത്ര കാലം അതിന്റെ ഉടമസ്ഥൻ അല്ലാഹു ഇതിന്റെ പ്രതിഫലങ്ങളല്ല, ഇതിന്റെ എല്ലാ തിന്മകളുടെയും അല്ലാഹു ശിക്ഷ നൽകിക്കൊണ്ടിരിക്കുമെന്ന് സയ്യിദുനാ വഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ്. ഉറക്കെ നോക്കട്ടെ, എണീറ്റിരിക്കണോ? ഒന്ന് എണീറ്റിക്കല്ലേ, നേരത്തെ ഇരിക്കുന്ന ആളുകളുണ്ട്, ഒന്ന് എണീറ്റിക്ക. സല്ലല്ലാഹു അലാ മുഹമ്മദ്.
സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുവിൻ. അതുകൊണ്ട് ഒരു നന്മ ചെയ്യുമ്പോൾ ആരൊക്കെയാണോ അത് പിന്തുടരുന്നത് അവരുടെ നന്മകളെല്ലാം അല്ലാഹു നമ്മൾക്ക് നൽകുന്നുണ്ട്. അത് ജീവിതകാലത്ത് ലഭിക്കും. ഇനി നമ്മൾ മരിച്ചാൽ ഖിയാമത്ത് നാൾ വരെ ആരൊക്കെയാണോ നീ ചെയ്ത ഒരു നന്മയ്ക്ക് കാരണമായി ചെയ്യുന്നത് ആ നന്മകളും നിന്റെ ഖബറിലേക്ക് കടന്നു വരികയാണ്. നമ്മുടെ പള്ളി, ആ പള്ളിയിൽ ആരൊക്കെയാണോ നിസ്കരിക്കുന്നത്, ആരൊക്കെയാണോ ഖുർആൻ ഓതുന്നത്, ആരൊക്കെയാണോ തസ്ബീഹ് ചെയ്യുന്നത്, ആരൊക്കെയാണോ ദിക്ർ ചെല്ലുന്നത്, ഇൻഷാ അല്ലാഹ് ആ പള്ളി നിലനിൽക്കുന്ന കാലത്തോളം നമ്മൾ നാളെ മരിച്ചു പോയാലും നമ്മുടെ ഖബറിലേക്ക് അതിന്റെ ഷെയർ എത്തിക്കൊണ്ടിരിക്കും. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. മനുഷ്യൻ മരിക്കുമ്പോൾ ഖേദിക്കുന്നത് ഒരൊറ്റ ഒരു കാര്യത്തെ ഓർത്തിട്ടാ. എല്ലാ മനുഷ്യനും ഇത് ഖേദിക്കും. നന്മ ചെയ്തവനും ഖേദിക്കും, ചെയ്യാത്തവൻ പ്രത്യേകിച്ച് ഖേദിക്കും. എന്താണ് അവൻ പറയുന്നത്? റബ്ബിർജിഊൻ, അല്ലാഹുവേ എന്നെ മടക്കണേ. ഹത്താ ഇദാ ജാഅ അഹദഹുമുൽ മൗത്ത് ഖാല റബ്ബിർജിഊൻ ലഅല്ലി അഅമലു സാലിഹാൻ فيما تركت كلا إنها كلمة كلا إنها كلمة هو قائلها ومن ورائهم برزخ إلى يوم يبعثون. മരിക്കുമ്പോൾ എല്ലാവരും കൊതിച്ചു പോകുന്ന ഒരു സംഭവമുണ്ട്. ഹത്താ ഇദാ ജാഅ അഹദഹും, എല്ലാ ആളുകൾക്കും മരണം വരുമ്പോൾ, മരണത്തോട് മല്ലടിക്കുമ്പോൾ, ലോകത്തോട് മല്ലടിക്കുമ്പോൾ ആ മരിക്കുന്ന ആൾ അല്ലാഹുവിനോട് പറയുന്ന വാക്കുകളാണിത്. റബ്ബിർജിഊൻ, അല്ലാഹുവേ എന്നെ വന്ന് നീ ദുനിയാവിലേക്ക് മടക്കണേ. അല്ലാഹുവേ ദുനിയാവിലേക്ക് തിരിച്ചു കൊണ്ടുപോകണേ. ഒന്ന് ജീവിക്കാൻ ഒരു നിമിഷമെങ്കിൽ ഒരു നിമിഷം, ഒരു സെക്കൻഡെങ്കിൽ ഒരു സെക്കൻഡ്, ഒരു മിനിറ്റെങ്കിൽ ഒരു മിനിറ്റ്, ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം എന്നെ ഒന്ന് ജീവിക്കാൻ അനുവദിക്കണേ അല്ലാ എന്ന് എല്ലാ മരിക്കുന്ന ആളുകളും പറയുമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുകയാണ്. എന്താണ് പറയുന്നത്? ലഅല്ലി അഅമലു സാലിഹാൻ, അല്ലാഹുവേ ഞാനൊരു സെക്കൻഡെങ്കിലും ജീവിച്ചിട്ട് നന്മ ചെയ്യട്ടെ, നന്മ ചെയ്യാൻ എനിക്കൊരവസരം നൽകുവേൻ എന്ന് റൂഹ തൊണ്ടക്കുഴിയിലെത്തുമ്പോൾ ആളുകൾ പറയുമെന്നാണ്. നമ്മളും പറയും, നമ്മളൊക്കെ പറയും. ഇപ്പൊ നമ്മൾക്ക് ബോധമില്ല. ഇപ്പോൾ നമ്മൾ ചെലവഴിക്കുന്ന സമയത്തിന്റെ